നിജേഷ്, ഈ വിജയം നിശ്ചയമായും LDFിൻ്റെ ഒരു സിറ്റിംഗ് സീറ്റ് നിങ്ങൾക്ക് ഈ സർക്കാരിൻ്റെ കാലാവധിയുടെ അവസാന കാലത്ത് നേടാനായി എന്ന് പറയുന്നൊരു നിലമ്പൂർ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത നിങ്ങൾക്കുണ്ട്. അതിനപ്പുറത്തേക്ക് ഈ തെരഞ്ഞെടുപ്പിലൂടെ കേരളം ആകെ പ്രതിപക്ഷം പകരാൻ ശ്രമിച്ച ഒരു കാര്യമുണ്ട്. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ അതിലൊന്ന് വളരെ പ്രധാനമായി പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ചു പറഞ്ഞത് ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന നിലയിലാണ്. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പ് ഫലത്തെ വളരെ സൂക്ഷ്മമായി വിലയിരുത്തുമ്പോൾ വളരെ പ്രത്യക്ഷത്തിൽ നേരിട്ട് തന്നെ മനസ്സിലാക്കാൻ കഴിയും ആ വിധം പ്രതിപക്ഷം ആരോപിച്ചതുപോലെയോ അവകാശപ്പെട്ടതുപോലെയോ ഒരു രാഷ്ട്രീയ കാലം, ഒരു രാഷ്ട്രീയ അവസ്ഥ, അങ്ങനെ ഏതെങ്കിലും ഒരു കടുപ്പത്തിൽ ആശങ്കപ്പെടേണ്ടതായ നിലയിൽ ഒരു ഭരണവിരുദ്ധ വികാരം നിങ്ങൾക്ക് സ്ഥാപിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. സീറ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, ആ സിറ്റിംഗ് സീറ്റ് നിങ്ങൾക്ക് പിടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ആ വിജയത്തിലൂടെ. പക്ഷേ നിങ്ങൾ ഉന്നയിച്ച രാഷ്ട്രീയം ആ നിലയിൽ സ്ഥാപിച്ചെടുക്കാനായില്ല. കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതാണല്ലോ. ഏതായാലും ജയിച്ചു എന്ന് സമ്മതിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത്തെ ബൂത്ത് മുതൽ അവസാനത്തെ ബൂത്ത് വരെ 2-3 ബൂത്തിൽ മാത്രമാണ് ഇടതു ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിക്ക് നേരിയ ലീഡെങ്കിലും ഉണ്ടായത്. ബാക്കി എല്ലായിടത്തും UDF സ്ഥാനാർത്ഥിക്കാണ്, ശ്രീ ആര്യാടൻ ഷൗക്കത്തിനാണ് ലീഡ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ അങ്ങനെ വിലയിരുത്തി കഴിഞ്ഞാൽ മണ്ഡലത്തിലുടനീളം UDF സ്ഥാനാർത്ഥിക്ക് അനുകൂലമായിട്ടാണ് വോട്ട് ചെയ്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആ വോട്ട് ഭരണ വിരുദ്ധ വികാരമാണ്. പ്രതിപക്ഷം ചൂണ്ടിക്കാണിച്ച, UDF ചൂണ്ടിക്കാണിച്ച വിഷയങ്ങളോട് ഇന്നലെ ഇടതുമുന്നണിക്ക് വോട്ട് ചെയ്ത ആളുകൾ, UDFന് വോട്ട് ചെയ്യാത്ത ആളുകൾ UDFന് അനുകൂലമായി ഈ ഭരണത്തിനെതിരായിട്ടാണ് വോട്ട് ചെയ്തിരിക്കുന്നത്. അതിനെയാണ് ഭരണ വിരുദ്ധ വികാരം എന്ന് പറയുന്നത്. ആ വികാരത്തിലാണ് കഴിഞ്ഞ 2 തവണ നഷ്ടപ്പെട്ട സീറ്റ് 99-ൽ നിന്ന് 98-ലേക്ക് സീറ്റ് എത്തിക്കാൻ കഴിഞ്ഞത്. എല്ലാ പഞ്ചായത്തിലും വഴിക്കടവ് മുതൽ അമരമ്പലം വരെയുള്ള പഞ്ചായത്തുകളിൽ UDFന് കരുളായിൽ മാത്രമാണ് ഒരു 200 വോട്ടിന്റെ കുറവുള്ളത്. അപ്പൊ അത് ഒരു ഭരണ വിരുദ്ധ വികാരമാണ്. അതിനെ അംഗീകരിക്കുക. നേരത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആളുകൾ പറഞ്ഞതുപോലെ ഞങ്ങൾ തിരുത്തും, വരട്ടെ, തിരുത്താനുള്ള അവസരമുണ്ട്. അത് തിരുത്തുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ കാണാം. അല്ലാതെ കണക്കിന്റെ കളി പറഞ്ഞ് ശതമാനം പറഞ്ഞൊക്കെ അതൊക്കെ ഒരു ക്ലീഷേ സാധനമാണ്. നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസമായി ഞാൻ തന്നെ എത്രയോ ദിവസങ്ങൾ ഈ ചാനലിൽ തന്നെ ഞാൻ വന്നിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. അന്ന് നിങ്ങൾ ഉയർത്തിയ ഒരുപാട് വാദമുഖങ്ങളുണ്ട്. ഞാൻ എന്റെ വാദമുഖങ്ങൾ ഉയർത്തിയിരുന്നു. അപ്പം ആ വാദമുഖങ്ങൾ എന്റേത് ശരി, നിങ്ങളെ തെറ്റും എന്ന് പറയുന്നില്ല. പക്ഷെ നിങ്ങൾ ഉയർത്തിയ വാദമുഖങ്ങൾ സ്വീകരിക്കാതെ പോയിട്ടുണ്ട്.